ഇത് രാത്രി കഴിക്കാനും രാവിലെ കഴിക്കാനും ഉച്ച കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ്. അതിനായിട്ട് ആദ്യം തന്നെ പച്ച ചീര എടുക്കാം. ചുവന്ന ചീരയായാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ചൊരു 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ്, അതെന്തായാലും ഗോതമ്പ് മാവിനേക്കാളും കുറവായിരിക്കും, ഒരു ഹാഫ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് അത് കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ ആ ഗോതമ്പ് മാവ് കുറച്ച് സോഫ്റ്റ് ആവും. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ലപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ്, അടിപൊളി ചപ്പാത്തിയാണ്, ഹെൽത്തിയാണ്. ഇപ്പോൾ ചീര കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കൊരു റോൾ പോലെ ആക്കിയിട്ട് സ്കൂളിലൊക്കെ കൊടുക്കുന്നത് റൈറ്റാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയിടാൻ ആവശ്യമില്ല, നമ്മൾ കട്ട തൈരുണ്ടല്ലോ പുളിയില്ലാത്ത, അതാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്ക് കമൻറ്റ് അറിയിക്കാം, വീഡിയോ ഷെയർ ചെയ്യുക. അത് വീഡിയോ കാണുന്നത് ബൈ.